Hi everyone, welcome back. Today we are going to learn future tense is called to talk about actions that will happen in the future. അതായത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ ടെൻസ്. ഈ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വില്ലാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. 3 ഫോമുകളുണ്ട് വെർബിന്, V1ഉം V2 V3. ഇപ്പോൾ ഗോ എന്ന ഒരു ആക്ഷൻ എടുത്താൽ പോവുക അല്ലേ, പോവുക എന്ന് പറയുന്നത് V1 ആണ്. V2 വെൻറ്റ് പോയി, V3 ഗോൺ. ഐ വിൽ കം ഞാൻ വരും. ഇനി അതിനെ നെഗറ്റീവാക്കി പറയുമ്പോൾ വില്ലിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക. വിൽ നോട്ട്, ഐ വിൽ നോട്ട് കം. അല്ലെങ്കിൽ അതിന് ഷോർട്ട് ചെയ്ത് പറയുമ്പോൾ ഐ വോണ്ട് കം, ഞാൻ വരില്ല. ഞാൻ വരുമോ, അത് ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ ആ വില്ലിനെ സബ്ജക്റ്റിൻ്റെ തൊട്ട് മുമ്പിലായി എഴുതിയാൽ വിൽ ഐ കം, ഞാൻ വരുമോ. നെക്സ്റ്റ് ഹീ വിൽ കം, അവൻ വരും. അതിനെ നെഗറ്റീവാക്കി ഹീ വിൽ നോട്ട് കം, അല്ലെങ്കിൽ വിൽ നോട്ട് ഷോർട്ടാക്കി വോണ്ട് കം, ഹീ വോണ്ട് കം. അവൻ വരുമോ, വിൽ ഹീ കം. ദേ വിൽ പ്ലേ, അവർ കളിക്കും. ദേ വിൽ നോട്ട് പ്ലേ, അവർ കളിക്കില്ല. വിൽ ദേ പ്ലേ, അവർ കളിക്കുമോ. ഷീ വിൽ ഗോ, അവൾ പോകും. ഷീ വിൽ നോട്ട് ഗോ, അവൾ പോകില്ല. അല്ലെങ്കിൽ ഷീ വോണ്ട് ഗോ. അവൾ പോകുമോ, വിൽ ഷീ ഗോ. വി വിൽ ഗോ ദെയർ, ഞങ്ങൾ അവിടെ പോകും. ഞങ്ങൾ അവിടെ പോകില്ല. വി വോണ്ട് ഗോ ദെയർ, അല്ലെങ്കിൽ വി വിൽ നോട്ട് ഗോ ദെയർ. ഞങ്ങൾ പോകുമോ, വിൽ വി ഗോ ദെയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്യൂച്ചർ ടെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.